ആദ്യമായി ഒരു കാർഡ്ബോർഡ് എടുത്തു, അതിൽ ഒരു ചിത്രം വരച്ചു. ഞാൻ ഡോറയുടെ ചിത്രമാണ് വരച്ചത്. അത് നമ്മൾ പെന്നിട്ട് ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കണം. ശരിക്കും മുടിയുള്ള ഒരു കുട്ടിയാണ്, ഒരു കാർട്ടൂൺ ക്യാരക്ടറാണ് ഡോറ. ഡോറയുടെ കണ്ണുകൾ വരച്ചു കൊടുക്കണം. ഇങ്ങനെയാണ് ഡോറയുടെ കണ്ണ് വരയ്ക്കുന്നത്. അടുത്തതായി ചെറിയൊരു മൂക്കിൻ്റെ അടയാളം കൊടുത്താൽ മതി. അടുത്ത് വായ വരച്ചു കൊടുക്കണം. അടുത്തതായി കഴുത്ത്. നമുക്ക് ഡോറയുടെ കണ്ണൊന്ന് കറുപ്പിച്ചു കൊടുക്കാം. വാട്ടർ കളറാണ്. ചെറുതായിട്ടൊന്ന് കണ്ണ് കറുപ്പിച്ചു കൊടുത്താൽ മതി. അടുത്ത് നമുക്ക് തലയിൽ മുടിക്ക് കളർ കൊടുക്കാം. നിങ്ങൾക്ക് വേറെ നിറത്തിൽ കളർ കൊടുക്കണമെങ്കിൽ അതും കൊടുക്കാം. ബ്രൗൺ കളറോ ബ്രൗണിഷ് ആണെങ്കിലും കളർ കൊടുക്കാം. ഇവിടെ ഒരു കട്ടിങ് ഉണ്ട്, അപ്പോൾ അവിടെ വിട്ട് വേണം കളർ കൊടുക്കാൻ. അല്പപ്പോഴത്തെ വാട്ടർ മുക്കി കളർ കൊടുക്കണം. അടുത്തതായി കണ്ണിൻ്റെ അവിടെ അല്പം ഒന്ന് വെളുപ്പിച്ച് കൊടുക്കണം. കണ്ണിന് കറുപ്പുണ്ട്, അല്പം ഒന്ന് സൈഡൊന്ന് വെളുപ്പിച്ച് കൊടുക്കണം. എന്നിട്ട് ഞാൻ വൈറ്റ് പെയിൻ്റാണ് എടുക്കുന്നത്. ഒന്ന് ചെറുതായിട്ടൊന്ന് വെളുപ്പിച്ച് കൊടുക്കുക. ഈ സൈഡും അതേപോലെ തന്നെ. ചുണ്ട് അല്പം ഒന്ന് ചുവപ്പിച്ച് കൊടുക്കാം. ഇനി കുറച്ച് വൈറ്റ്നസ് കൊടുക്കാനുണ്ട്. ഇവിടെ ഇനി അടുത്തതായിട്ട് ഇതൊരു കമ്പി എടുത്തിട്ടുണ്ട്. ഈ കമ്പി വെച്ച് നമുക്ക്
ഇതിന് ചുറ്റും ഒന്ന് ഈ റോസ് കളറിലുള്ള നൂലെടുത്തിട്ടുണ്ട്. കൊച്ചു കുട്ടികൾക്ക് ഇത് വരയ്ക്കാൻ കൊടുക്കാൻ കാർഡ്ബോർഡിൽ പടം വരയ്ക്കാനും നമുക്ക് അതിൽ തന്നെ നൂല് കോർക്കാൻ സ്റ്റിച്ചിങ്ങും കൂടെ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റും. അതിനായിട്ട് ഞാനിത് നൂല് ഇത് കൊരുത്തെടുക്കുകയാണ്. കൊരുത്തിട്ട് ഇവിടെ ഒന്ന് കെട്ടിക്കൊടുക്കണം. ഇതേപോലെ ടൈറ്റ് ചെയ്ത് കെട്ടിക്കൊടുക്കാം. ഇനി ബാലൻസ് നൂല് കിടന്നാലും കുഴപ്പമില്ല, ഇങ്ങനെ വെച്ച് കൊടുക്കും. ഇത് ലെങ്ത് അധികം വേണ്ട, കുട്ടികൾക്ക് അത് എടുക്കാൻ പ്രയാസമായതുകൊണ്ട് കുറച്ച് നൂല് ഞാൻ കട്ട് ചെയ്ത് മാറ്റി. ഇനി ഇതിൻ്റെ അറ്റത്ത് നമ്മൾ കെട്ടിടണമെന്നൊന്നുമില്ല, നമുക്ക് ഒരു കുട്ടിക്ക് തന്നെ തയ്ക്കാൻ കൊടുത്തിട്ട് അടുത്ത കുട്ടിക്ക് എടുക്കാൻ പറ്റും. നമ്മളിവിടുന്നേ കൊരുത്തെടുക്കണം. ഞാൻ ഇതിൽ പേന വെച്ച് ദ്വാരം ഇട്ടിട്ടുണ്ട്, ഇതേപോലെ ദ്വാരം ഇട്ടിട്ടുണ്ട്. മറുവശത്തുനിന്ന് തുടങ്ങും. അങ്ങനെ ഇങ്ങനെ എടുക്കണം. ഇങ്ങനെ എടുത്തിട്ട് വീണ്ടും ഇവിടെ നിന്ന് ഇങ്ങനെ അടുത്തതിൽ നിന്ന് തുടങ്ങാം. വീണ്ടും ആദ്യത്തിൽ നിന്ന് തന്നെ വീണ്ടും തുടങ്ങണം, എങ്കിലേ നമുക്ക് അടുത്ത വരി ഫിനിഷ് ചെയ്യാൻ പറ്റുള്ളൂ. മൂന്നാമത്തതിൽ കൊണ്ട് തയ്ക്കുക. ഇതേപോലെ ഇനി അടുത്തതിൽ വീണ്ടും ബാക്ക് സൈഡിൽ നിന്ന് തുടങ്ങി കൊടുക്കുക. ബാക്ക് സൈഡിൽ നിന്ന് മൂന്നാമത്തേൽ നിന്ന് വീണ്ടും തുടങ്ങുന്നു. വീണ്ടും നമുക്ക് അടുത്തതിൽ നിന്ന് എടുക്കണം. അടുത്തത് ഇതേപോലെ നമ്മളൊന്ന്